പ്രകാശൻ അങ്ങേക്ക് മറുപടി നൽകാം. ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം മറു ആരോപണങ്ങൾ ഉന്നയിച്ചതല്ലേ യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്? ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്രയധികം പ്രതിഷേധങ്ങൾക്ക് കാരണവും അതല്ലേ? ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം, സ്മൃതി ഉൾപ്പെടെ 3 ആളുകൾ ഗവൺമെൻറ് വിരുദ്ധ വാദങ്ങൾ ഉയർത്തിയതിന് മറുപടിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഒറ്റയാൾ. അതുകൊണ്ട് അവർക്ക് അനുവദിച്ചതിൻ്റെ പകുതി സമയമെങ്കിലും എനിക്ക് അനുവദിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, എൻ്റെ വർത്തമാനത്തെ ഇടക്ക് കയറി ദയവായി ശല്യപ്പെടുത്തരുത്. എനിക്ക് അനുവദിക്കുന്ന സമയം എനിക്ക് നൽകണം. ഒന്ന്, ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ ഇപ്പോൾ BJP-കാരൻ പറഞ്ഞല്ലോ, കോർപ്പറേറ്റുകൾ കടന്നു വരുന്നു എന്നുള്ള വസ്തുതയല്ലേ അത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഏറ്റവും ഏറെ ആരോഗ്യരംഗത്ത് ആളുകൾ പണം ചെലവഴിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള നാടിന് കേരളമാണ്. ആളോഹരി വരുമാനത്തിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ വർധനമുണ്ടാക്കിയ ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, അവർ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലക്കാലം 10,000 കോടിയാണ് ലോകത്തിലെ ബഹുരാഷ്ട്ര കുത്തകകൾ ഇവിടെ വന്ന് മുതലിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കിംസ് 3,800 കോടി റുപ്യ ഇറക്കിയിരിക്കുന്നത് വേറെ ആരുമില്ല, അമേരിക്കൻ കമ്പനി ബ്ലാക്ക് സ്റ്റോൺ ആണ്. കോട്ടയത്ത്, തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പെരിന്തൽമണ്ണയിൽ അവിടെയെല്ലാമുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ 80 മുതൽ 85% വരെ ഓഹരി ഈ വൻകിട കോർപ്പറേറ്റുകൾ വാങ്ങിച്ചിരിക്കുന്നു. KKR എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി 2,500 കോടി റുപ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ കിൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 7 ദിവസക്കാലമായി നടക്കുന്ന ചർച്ചയുടെ നെറ്റ് ഇഫക്റ്റ് എന്താ? കേരളത്തിലെ പൊതു ആരോഗ്യരംഗം ആർക്കും ആശ്രയിക്കാനാവാത്തതാണ്. അങ്ങോട്ട് ആളുകൾ പോകരുത്. ആർക്കാ നേട്ടം? നേട്ടം മറ്റാർക്കുമല്ല, കേരളത്തിൽ നിന്ന് കോടികൾ കൊയ്യുന്ന മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്കാണ് ആരോഗ്യരംഗത്ത്. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ അവർ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റാത്ത സാധുക്കളെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ശ്രീ പ്രകാശൻ, അവിടേക്കൊന്നും പോകാൻ ഒരു തരത്തിലും പറ്റാത്ത സാധുക്കളെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? സാധുക്കളുടെ എണ്ണത്തിൽ 25 ഇരട്ടിയ വർധന. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ വന്നതിന് 25 ഇരട്ടിയാണ് 9 കൊല്ലക്കാലമുള്ള വർധന. 9 കൊല്ലക്കാലം. ഇനി ഞാൻ പറയാം, ഈ കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് 10,000 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന ഈ പറയുന്ന ഹെൽത്ത് മേഖലയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഹാരിസ് പറഞ്ഞല്ലോ 3,000 രൂപയുടെ ഉപകരണം കിട്ടിയില്ല എന്ന്. അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ ഒരു കൊല്ലം യൂറോളജി നടന്ന ശസ്ത്രക്രിയ ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ 2,898 എപ്പോഴെങ്കിലും ഉണ്ടോ അങ്ങനെ? അവിടെ ഒരു കൊല്ലം നടക്കുന്ന വൃക്കമാറ്റി വെക്കൽ എത്രയാ? നേരത്തെ ഉണ്ടായിട്ടില്ല വൃക്കമാറ്റി വെക്കൽ, ഇപ്പൊ എത്രയാ? 20 വൃക്കമാറ്റി വെക്കൽ അവിടെ നടക്കുന്നു. അപ്പൊ പറഞ്ഞത് കളവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷം വേഗം തന്നെ എക്യുപ്മെന്റ്സ് ഹൈദരാബാദിൽ നിന്ന് വരുത്തി വേഗം ഓപ്പറേഷനുകൾ തുടങ്ങിയത്? അപ്പോൾ അവിടെ നിന്നുപോയി എന്നൊരു യാഥാർത്ഥ്യമല്ലേ? ഡോക്ടർ ഹാരിസ് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാണ് പിന്നെ സർക്കാരിനെ കൊള്ളുന്നത്? എനിക്കൊരു ചോദ്യം തിരിച്ച് ഞാൻ പറഞ്ഞത് സ്മൃതി, ഒരു 3,000 നിങ്ങൾ ഇവര് പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ 3,000 രൂപയുടെ ഉപകരണം ഇല്ലാതെ ശരിയാണ്. പക്ഷെ അവിടെ 67 കോടിയുടെ ഞാൻ പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഫാത്തിമ പറഞ്ഞതിനെ ഗൗരവമായിട്ട് ആക്ഷേപിക്കേണ്ടതില്ല എന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഈ കേരളത്തിലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ വൈറോളജി ലാബ്? കോഴിക്കോട് എന്താ ഓരോ ജില്ലയിലും വൈറോളജി ലാബ് വേണോ? കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈറോളജി ലാബ് കൊണ്ടുവന്ന് ഈ ഗവൺമെൻറ്റാണ്. മറ്റ് വൈറോളജി പരിശോധിക്കുക എവിടെയാണ് പോകുന്നത്? ഒരു കോഴിക്കോട് വൈറോളജി ലാബ് പോകുന്നില്ല. പിന്നെ അവർ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു. എപ്പോഴാ? ചെവിയിൽ പറഞ്ഞാണോ? ഫാത്തിമ പറഞ്ഞിട്ടുണ്ടാവും. ഈ യുദ്ധമുണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പച്ചക്കള്ളയിലെ പറയുന്നത്. ഇവിടെ അവർ പറഞ്ഞു, ഈ പറഞ്ഞ മരിച്ച സ്ത്രീയുടെ മകൾ പറഞ്ഞിട്ട് അത് കേട്ടില്ല. അതല്ലല്ലോ അവിടുത്തെ സുപ്രണ്ട് എന്താ പറഞ്ഞത്? ഒരു പെൺകുട്ടി എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നോടാണ് പറഞ്ഞത്. ഞങ്ങളത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ അവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. അതോടെ ആ ആശങ്ക തീർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്നോട് ചോദിച്ചു ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? 2 മന്ത്രിമാരും. ഞാൻ കിട്ടിയവരെ വെച്ചുകൊണ്ട് പറഞ്ഞു ആരും കുടുങ്ങിയിട്ടില്ല, കുടുങ്ങിയിട്ടിന് അവൻ ഇടവില്ല. അതല്ലേ മന്ത്രിമാർ പറഞ്ഞത്?
മന്ത്രിമാർ പറഞ്ഞു, സൂപ്രണ്ട് പറഞ്ഞു എന്നുള്ള കാര്യം അങ്ങ് പറയുന്നുണ്ടല്ലോ. ഇത് ഈ കെട്ടിടം വീഴുന്ന ഘട്ടം മുതൽ നമ്മൾ ആ വാർത്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ആ വാർത്തയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഞാനാണത് വായിച്ചുകൊണ്ടിരുന്നത്. ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നു ശ്രീ എം പ്രകാശൻ. അവിടെ ബിന്ദു എന്നൊരു സ്ത്രീയെ കാണാനില്ല എന്നൊരു പരാതി ഒന്ന് പറയട്ടെ. ബിന്ദു എന്നൊരു സ്ത്രീയെ കാണാനില്ല എന്ന പരാതി അവരുടെ ബന്ധു പോലീസിൽ പറഞ്ഞ ശേഷമാണ് അതിന്മേലൊരു തിരച്ചിലേക്ക് പോയത്. കാരണം അവർ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ അവിടെ കിടക്കുന്ന മകൾ, ഈ അച്ഛനും അമ്മയും കൂടിയാണല്ലോ മകൾക്ക് കൂട്ടിരിപ്പിന് വന്നിരുന്നത്. അച്ഛനും ഭാര്യയെ കാണാതെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ അന്വേഷണം പോയത് പിന്നീട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത ശേഷമാണ് ശ്രീ എം പ്രകാശൻ. അതിൽ കാര്യങ്ങളുടെ വേഗം വളരെ പതുക്കെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണല്ലോ. നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് സൂപ്രണ്ടിനോട് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. രക്ഷപ്പെട്ട ഒരു കേസ് എന്തിനാണ് ഇപ്പൊ പറയുന്നത്? അതല്ലല്ലോ ചോദ്യം. അത് പറയണല്ലോ. നിങ്ങൾ അതാണ് ഈ നേരത്തെ പറഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞതിനെ വെച്ചാണ് നോക്കിയില്ലെന്ന് പറയുന്നത്. അത് വസ്തുതയല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു, അന്വേഷിച്ചിരുന്നു, അമ്മയെ കണ്ടെത്തിയിരുന്നു. രണ്ടാമതൊരു പെൺകുട്ടി പറഞ്ഞപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഇന്നിപ്പോ മാതൃഭൂമിയിൽ വാർത്തയുണ്ടല്ലോ, മനോരമയിൽ വാർത്തയുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അവിടെ വീണപ്പോൾ തന്നെ അവർ മരിച്ചു. അത് മന്ത്രിമാർ പറഞ്ഞത് തെറ്റാണോ? മാതൃഭൂമിയിലെ വാർത്ത അങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? മനോരമയിലെ വാർത്ത തെറ്റല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തോ മന്ത്രി അന്യായം പറഞ്ഞിരിക്കുന്നു. ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ശ്രീ പ്രകാശൻ? ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് സാങ്കേതികത്വമാണ്, മന്ത്രിമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വമാണ്. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങൾ വളരെയധികം സാങ്കേതികത്വം പറയുന്നു. ശ്രീ പ്രകാശൻ തല പൊട്ടി അപ്പോൾ തന്നെ മരിച്ചു. അതുകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടിയല്ല മരണം എന്ന് സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ഒരു പ്രത്യേക ശ്രമമുണ്ടല്ലോ. മരണം സംഭവിച്ചല്ലോ. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? നിങ്ങൾ അവിടെ നിലനിർത്തിയ കെട്ടിടം തകർന്നു വീണിട്ടാണ് ശ്രീ എം പ്രകാശൻ ആ മരണം സംഭവിക്കുന്നത്, അല്ലേ? അതെ, ആണ്. അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ്. നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? അതിന് ഉത്തരവാദിത്തം പിന്നെ മന്ത്രിക്കാണോ? സർക്കാരിന് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? പിന്നെ എന്തിനാണ് പ്രത്യേക വകുപ്പ്? എന്തിനാണ് വകുപ്പുകൾ? എന്തിനാണ് ഓരോ വകുപ്പിനും ഓരോ മന്ത്രി? സർക്കാരിന് ഉത്തരവാദിത്തമില്ല, മന്ത്രിക്കും ഉത്തരവാദിത്തമില്ല. ആർക്കാണ് ഉത്തരവാദിത്തം? വകുപ്പിൽ ആർക്കാണ് ഉത്തരവാദിത്തം? ശ്രീ പ്രകാശ് ഞാൻ പറഞ്ഞത് ഇപ്പോ വാർത്തയിൽ ഒരു തെറ്റ് വന്നാല് അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് പരിശോധിക്കില്ലേ? അത് റിപ്പോർട്ടർ ഉത്തരവാദിത്തം പറയോ? ഉത്തരവാദിത്തം സ്മൃതിക്കാണെന്ന് പറയും. നിങ്ങൾ എന്തുതരം താരതമ്യമാണ് ശ്രീ എം പ്രകാശൻ നടത്തുന്നത്? നമ്മളൊരു ജീവനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലേ? ഉടനെ വാർത്ത വായിക്കുന്നതിൽ തെറ്റാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്? കോടിക്കണക്കിന് ജീവൻ രക്ഷിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ LDFന്റെ ഗവൺമെന്റ് സ്മൃതി നാണം തോന്നുന്നു. നാണമില്ല ഫാത്തിമയുടെ സമയമല്ല ഇത്. ഫാത്തിമ സമയം ഞാൻ കുപ്പായിലിട്ടിരിക്കുന്നേ. ഫാത്തിമ ഞാൻ കുപ്പായിട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് കേട്ടിരിക്കാൻ പോയിക്കോ. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ട് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ഞാൻ പറയുന്നൊക്കെ ഫാത്തിമ കേട്ടിരുന്നേ പറ്റൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാത്തിമക്ക് പറയാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, ആളുകൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ജനമുള്ള പാർട്ടിയുടെ ആളാണ് ഞാൻ. ഫാത്തിമ ഒരു മര്യാദ വേണം. ഫാത്തിമക്ക് ഒരു മര്യാദ വേണം. നിങ്ങൾ ഇരിക്കുന്ന കോൺഗ്രസിന്റെ സ്റ്റേജിലൊന്നും അല്ല. ഫാത്തിമ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ സ്റ്റേജിലൊന്നും അല്ല. നിങ്ങൾ ഇരിക്കുന്നത് ഒരു പത്രമാധ്യമത്തിന്റെ ചർച്ചാവേദിയിലാണ്. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് എന്തും പറയാം. ഞാൻ ഒരക്ഷരം പിന്നെ പറയാതെ കേട്ടിരിക്കും. ഞാൻ പറയുന്നത് ഒരക്ഷരം പറയാതെ കേട്ടിരിക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്ത് പറഞ്ഞോ. ഒരു ജനാധിപത്യ മര്യാദ വേണ്ടേ? നിങ്ങൾ പറഞ്ഞ അന്യായത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബിന്ദുവിന്റെ മകള് ഈ പറയുന്ന സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു, അത് വസ്തുതയല്ല. ഞാനതാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെന്തോ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ സമയത്ത് പറഞ്ഞോ. നിങ്ങളുടെ സമയത്ത് പറഞ്ഞോ.
ഫാത്തിമ ഞാൻ ഈ നാട്ടിലുള്ള സാധാരണ ശരി ശരി ഫാത്തിമ ഫാത്തിമയുടെ പോയിന്റ് വ്യക്തമാണ്. ഇനി അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ശ്രീ എം പ്രകാശൻ പൂർത്തിയാക്കും. ശ്രീ എം പ്രകാശൻ അടുത്ത കാര്യം പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. തുടക്കത്തിൽ ചോദിച്ചതും ഒടുക്കത്തിൽ ചോദിക്കുന്നതും ഒരേ ചോദ്യമാണ്. ബിന്ദുവിന്റെ മരണത്തിൽ ഉത്തരവാദി ആരാണ്? നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ, ബിന്ദുവിന്റെ മരണത്തിൽ ഉത്തരവാദി ആരാണെന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ബിന്ദുവിന്റെ മരണത്തിന് കെട്ടിടെടുത്ത ആള് UDF ഗവൺമെന്റിന്റെ കാലത്ത് 2013 ഈ കാര്യം അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാതെ ഉമ്മൻചാണ്ടി. എന്താ സംശയം? ശരി, ജനം കേൾക്കുന്നുണ്ട്, ജനം വിലയിരുത്തട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.